ശ്രീ രാഹുൽ ഈശ്വർ, ഈ ആ രാജ്യത്ത് കുംഭമേള പുരോഗമിക്കുകയാണ്. വളരെ ശരി. ലോകം മുഴുവൻ വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ, പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ അതിനെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഭയങ്കര വേദനാജനകമാണ്. കുംഭമേള ഇന്ത്യയുടെ അഭിമാനമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ആത്മീയ സംഗമമാണ്. യൂറോപ്പിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കുംഭമേളയിൽ എത്തിയെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോടാനുകോടി ആൾക്കാരുടെ വിശ്വാസത്തെ ഹേർട്ട് ചെയ്തത് ആർക്കും ഭൂഷണമല്ല. പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് സാറിനെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകന് അത് ഭൂഷണമല്ല. അവിടെയാണ് ഇത്തരം കാര്യങ്ങളും ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിൽ നിന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും തീർച്ചയായും മാറി നിൽക്കണം. ജോൺ ബ്രിട്ടാസ് സാറിന്റെ ഒരു ചർച്ചയിൽ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചർച്ചയുടെ മറ്റേ ജോൺ ബ്രിട്ടാസ് സാറിന്റെ ചർച്ചയുണ്ടല്ലോ കൈരളിയിൽ പോയപ്പോൾ അദ്ദേഹം എന്തോ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു അദ്ദേഹം പള്ളിയിൽ പോയിട്ട് ഒരുപാട് കാലമായി. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സൂചിപ്പിക്കാനാണ്. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് കൃത്യമായി പള്ളികളിൽ പോകണം. പള്ളിയാകട്ടെ, അമ്പലമാകട്ടെ, അല്ലെങ്കിൽ മോസ്ക് ആകട്ടെ, ചർച്ച ആകട്ടെ, ഇതൊക്കെ ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ്. ആ ആത്മീയതയോടൊരു ബഹുമാനം നമുക്ക് വേണം. കാര്യം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവത്തെ വ്യത്യസ്ത രീതിയിൽ വിളിക്കുകയാണ്. അവിടെയാണ് കുംഭമേളയിൽ സംഭവിച്ച കുറച്ചുപേരുടെ മരണം ഏറ്റവും വേദനാജനകമാണ്. അതിൽ യോഗിജി കണ്ണ് നിറഞ്ഞ് സംസാരിച്ചത് കണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു കാണും. ഒരു മുഖ്യമന്ത്രി കരച്ചിലോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പോ അത്തരം ദുര്യോഗങ്ങൾ ഒരു രാഷ്ട്രീയ അവസരമായി ആരും മുതലെടുക്കരുത്. അത് ദൈവം പൊറുക്കില്ല. ഇനി നാളെ കോൺഗ്രസിന്റെ കാലത്തുണ്ടായാലും കമ്മ്യൂണിസ്റ്റിന്റെ കാലത്തുണ്ടായാലും അല്ലെങ്കിൽ BJP-യുടെ കാലത്തുണ്ടായാലും കുറെ ആൾക്കാരുടെ മരണമല്ലേ, ആ മരണത്തെ നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി മുതലാക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് വളരെ വേദനാജനകമാണ്. രാവിലെ ഈ കുംഭമേളയിലെ വിദേശ സർവകലാശാലകളിൽ നിന്നൊക്കെ ഉള്ളവര് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നു എന്നുള്ള വാർത്തയും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. Correct, correct. ഞാനും ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും വലിയ കൗതുകം സാർ ശ്രദ്ധിച്ചോന്നറിയില്ല, ഐഫോണിന്റെ ഇൻവെന്ററായ ക്രിയേറ്ററായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ കുംഭമേളയ്ക്ക് വന്നിരുന്നു. അപ്പോ അതേ ഐഫോൺ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സ് കണ്ടുപിടിച്ച ഐഫോണിൽ നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ കുംഭമേളയെ അപമാനിച്ച് പോസ്റ്റ് ഇടുകയും ഇത് പിന്തിരിപ്പനാണെന്ന് പറയുകയും ചെയ്യുന്ന കൗതുകമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഐഫോണിന്റെ സ്ഥാപകനും ഐഫോൺ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഇന്നോവേറ്ററുമായ സാക്ഷാൽ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ആ ആത്മീയ നിർവൃതിക്കും സ്റ്റീവ് ജോബ്സിന്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി നമ്മുടെ കുംഭമേളയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റീവ് ജോബ്സ് കണ്ടുപിടിച്ച ഐഫോണിൽ ഇതെല്ലാം മോശവും പിന്തിരിപ്പനും പ്രാകൃതവുമാണെന്ന് എഴുതുന്നതാണ്. അപ്പൊ നമ്മുടെ ആത്മീയത, ഹൈന്ദവ ഭാരതീയ ആത്മീയത ലോകാരാധ്യമായി മാറുന്ന കാഴ്ച നമ്മൾ അഭിമാനത്തോടെയാ കാണേണ്ടത്. സാറിന് ഓർമ്മയാണ്, പ്രത്യേകിച്ച് സാർ സ്കൂളിലൊക്കെ ഒരു പശ്ചാത്തലം പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് നമ്മളെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് പാമ്പാട്ടികളുടെയും അർത്ഥനഗ്നരായ സന്യാസിമാരുടെയും നാടെന്നായിരുന്നു. ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് സ്നേക് ചാർമേഴ്സ് ആൻഡ് ഹാഫ് നേക്കഡ് ബാബാസ്. ഇന്ന് അതേ ഇന്ത്യ ലോകഗുരുവായി, വിശ്വഗുരുവും വിശ്വബന്ധുവുമായി ആയുർവേദം, യോഗ, ധ്യാനം, ആത്മീയത, അമ്പലം, തമിഴ്, സംസ്കൃതം, വേദങ്ങൾ, ഉപനിഷത്ത് അടക്കം എല്ലാ കാര്യങ്ങളുടെയും ദർശനത്തിന്റെ ഈറ്റില്ലമായിട്ടാണ് പാശ്ചാത്യ ലോകം നോക്കിക്കാണുന്നത്. അപ്പോ ആ ആ ആ ആ തിരിച്ചുവരവിനെ, ദ റിട്ടേൺ ടു ഗ്ലോറി, റീക്ലെയിമിംഗ് ഓഫ് ഗ്ലോറിയെ ഒന്നും നമ്മുടെ നാട്ടിലെ പല ലെഫ്റ്റ് ലിബറൽസും കാണുന്നില്ല. മോദിജിയെ ദേഷ്യപ്പെട്ടോളൂ, മോദിജിയെ അതിശക്തമായി ആക്രമിക്കൂ, പക്ഷെ ഭാരതത്തെയും ഹൈന്ദവ ധർമ്മത്തെയും ആക്രമിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. ഈ കുംഭമേള ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഒരു മതത്തെ വ്രണപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരിക്കലുമില്ല. എല്ലാവരും ഒരു ആത്മീയ സംഗമമല്ലേ. ഇനി ഉത്തർപ്രദേശിലെ ചില ആൾക്കാർ, ചില എക്സ്ട്രീമിൽ നിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ധർമ്മത്തിൽ എക്സ്ട്രീം ഉള്ളതുപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിലും എക്സ്ട്രീമിസ്റ്റ് ഉണ്ടല്ലോ. അവരിൽ ചില ആൾക്കാർ ഈ കുംഭമേളയുടെ ചില സ്ഥലങ്ങൾ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറയുകയുണ്ടായി. അതിന് ഏറ്റവും നല്ല മറുപടി അവിടുത്തെ ഒരു മുസ്ലിം സഹോദരൻ തന്നെ, അവിടുത്തെ സുന്നി വഖഫ് ബോർഡിന്റെ ആള് പറഞ്ഞു, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുംഭമേളയുണ്ട്, പിന്നെ നമ്മുടെ സ്ഥലം എങ്ങനെയാ ഇതാവുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ചാനൽ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം അഞ്ചുമൻ ജുമാ മസ്ജിദിന്റെ ഒക്കെ എന്തോ ഭാരവാഹിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുംഭമേളയുണ്ട്, പിന്നെ ഇതൊക്കെ എങ്ങനെയാ കുംഭമേള നമ്മുടെ സ്ഥലമാവുന്നത്. അപ്പൊ ചില ആൾക്കാർ അങ്ങനെയുണ്ട്. പക്ഷെ കുംഭമേളയിൽ വരുന്ന സന്യാസിമാരാണെങ്കിലും അവിടുത്തെ സാധുക്കളാണെങ്കിലും ഒക്കെ ഒരു ആത്മീയ നിർവൃതിക്ക് വേണ്ടി വരുന്നതാണ്. അപ്പൊ അത് എന്താ, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ സെലിബ്രേഷനാണ്. അതായത് മണ്ണിനെയും മരങ്ങളെയും മൃഗങ്ങളെയും പുഴകളെയും മലകളെയും ഒക്കെ ഒരു സ്പിരിച്വൽ എക്കോസിസ്റ്റം, ഒരു ആത്മീയ ആവാസ വ്യവസ്ഥയായി കാണുന്നതാണ് കുംഭമേള അടക്കമുള്ള കാര്യങ്ങൾ. ചരിത്രപരമായും പുരാണപരമായും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു സ്പിരിച്വൽ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ കുംഭമേള.
ഈ നാഗസന്യാസിമാരെ ആണല്ലോ കൂടുതൽ പലരും വേട്ടയാടുന്നത് ഇക്കാര്യത്തിൽ. കറക്റ്റ്. അത് പലപ്പോഴും അതായത് നമ്മുടെ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഉദാഹരണം ജൈന സന്യാസിമാരിൽ ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ഉണ്ട്. ദിഗംബരന്മാർ പറയുന്നത് ദിക്കുകളാണ് അവരുടെ വസ്ത്രങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്രാവണ ബലഗോളയിലൊക്കെ നമ്മുടെ ബാഹുബലിയുടെ ഒക്കെ വലിയൊരു ഒരു നഗ്ന സ്കൾപ്ചർ ഉള്ളത്. അതൊരു ആത്മീയതയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. അത് എല്ലായിടത്തും അങ്ങനെ വേണമെന്നില്ല. നാളെ ഇപ്പൊ ഒരു ഇനോഗ്രേഷന് വേണ്ടി ഒരു നാഗസന്യാസിയെ കൊണ്ടുവന്നാൽ പുള്ളി നേക്കഡായിട്ട് വരണമെന്നൊന്നും ആരും പറയില്ല. പക്ഷെ അത് മറ്റൊരു തലമാണ്. അത് പലപ്പോഴും നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജിയിൽ സ്ത്രീ പുരുഷ ശരീരങ്ങൾ നമ്മൾ സ്കൂളിലെ ടെക്സ്റ്റിൽ പഠിപ്പിക്കാറുണ്ട്. അത് ന്യൂഡിറ്റി ആണെന്നൊന്നും ആരും പറയാറില്ലല്ലോ. പഠനത്തിനോ ആത്മീയതയ്ക്കോ അല്ലെങ്കിൽ നാളെ എത്രയോ ഡോക്ടർമാർ നേക്കഡായ ശരീരങ്ങളല്ലേ അവർ കീറി മുറിക്കുന്നതും പഠിക്കുന്നതുമല്ല. അതെല്ലാം ന്യൂഡിറ്റി കാണുകയാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പം കോണ്ടെക്സ്റ്റ് എന്നൊരു കാര്യമുണ്ട്. ആ കോണ്ടെക്സ്റ്റ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് മനസ്സിലാക്കാതെയാണ് ഈ നാഗസന്യാസിമാരെയും മറ്റും പറയുന്നത്. അങ്ങനെ പറയുന്നവർ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതും അർദ്ധനഗ്നനായ ഒരു ഫക്കീറാണ്. ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് വിളിക്കുന്ന അർദ്ധനഗ്നനായ ഒരു ഹിന്ദു സന്യാസിയാണ്. അതായത് പലപ്പോഴും ഷർട്ട് ഇടാതെ ഒറ്റമുണ്ടും അല്ലെങ്കിൽ മുണ്ടു മാത്രം ഉടുത്ത് ഇന്ത്യയിലെ സാഹചര്യങ്ങളോട് ചേർന്ന് ജീവിച്ച് കോട്ട് ഊരി എറിഞ്ഞ് എന്നാൽ പാവപ്പെട്ട ഇന്ത്യക്കാരോടൊപ്പം ചേർന്ന് നിന്ന ഒരു അർദ്ധനഗ്നനായ ഫക്കീർ തന്നെയാണ്. അപ്പോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ അവരെ വിമർശിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഇതിനകത്ത് നമ്മളിപ്പം രമണ മഹർഷി ആയാലും ചട്ടമ്പി സ്വാമികളായാലും ശ്രീനാരായണ ഗുരുവും ഒക്കെ തന്നെ വേഷവിധാനത്തോടുകൂടി നടന്നവരല്ലല്ലോ. അതെ. ഇപ്പം ചില ആൾക്കാർ പറയുന്നത് കേട്ടാത്തൊന്നും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഒക്കെ ഇന്നത്തെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ജീൻസും ഷർട്ടും കോട്ടും ഒക്കെ ഇടണം. അങ്ങനെയല്ല. നമ്മുടെ ഒരു ഋഷി പാരമ്പര്യമുണ്ട്, സന്യാസി പാരമ്പര്യമുണ്ട്. എന്നാൽ വിവേകാനന്ദ സ്വാമിയുടെ ഡ്രസ്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്. വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഡ്രസ്സ് അദ്ദേഹവും ഇതുപോലെ മുണ്ട് മാത്രം എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീ നാരായണ ഗുരുദേവനോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയോ ഗാന്ധിജിയോ ഒക്കെ ഇരിക്കുന്നത് പോലെയാണ്. വിവേകാനന്ദന്റെ ഡ്രസ്സ് വേറൊരു പാറ്റേൺ ആണ്. ഇതെല്ലാം അതിന്റെ ആത്മീയ കോണ്ടെക്സ്റ്റുകളിൽ കാണണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഈ കുംഭമേളയ്ക്ക് BJP സർക്കാർ കോടികൾ മുടക്കുന്നു എന്നുള്ള ഒരു ആരോപണമില്ലേ? അല്ല, അത് തീർച്ചയായും വേണം. കുംഭമേളയ്ക്ക് മാത്രമല്ല, ഞാൻ ഹജ്ജ് സബ്സിഡിയുടെ തർക്കം വന്നപ്പം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ആന്ധ്രയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധ വത്തിക്കാനിലേക്ക് പോകാൻ, വിശുദ്ധമായ മെക്കയിലേക്ക് പോകാൻ, നമ്മുടെ കുംഭമേളയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വൈഷ്ണോ ദേവിക്ക് അല്ലെങ്കിൽ തിരുപ്പതിക്ക് ഒക്കെ പോകാൻ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായി ഗവൺമെന്റ് സബ്സിഡികൾ കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം ഇത്രയും റവന്യൂ വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കാം. ശബരിമല കാരണം കേരള സംസ്ഥാനത്തിന് ഏകദേശം 10,200 കോടി രൂപയാണ് വരുമാനം ഉണ്ടാകുന്നതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജി സുധാകരൻ സാർ ഇരുന്നപ്പം ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ വരുന്നു, അവരെ പെട്രോൾ അടിക്കുന്നു, അവര് കാര്യങ്ങൾ ചെയ്യുന്നു, അവര് ഡ്രസ്സ് മേടിക്കുന്നു, ആഹാരം മേടിക്കുന്നു, ഒരു എക്കോസിസ്റ്റം മൂവ് ചെയ്യുന്നു. അപ്പോ ഇത് ഏറ്റവും വലിയൊരു റവന്യൂ ഏർണിംഗ് സ്പേസ് കൂടെയാണ്. അപ്പൊ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഇനി പരിശുദ്ധ മെക്കയാണെങ്കിലും വിശുദ്ധ വത്തിക്കാണെങ്കിലും നമ്മുടെ നാട്ടിലെ മാരവൻ കൺവെൻഷൻ, നമ്മുടെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറുകാരുടെ അഭിമാനമായ മാരവൻ കൺവെൻഷൻ ആണെങ്കിലും ഒക്കെ സർക്കാരിന്റെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സപ്പോർട്ട് വേണം. ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ സർക്കാർ. അപ്പം ജനങ്ങളുടെ വിശ്വാസം ആർട്ടിക്കിൾ 25, 26 വ്യക്തമായി മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നാട്ടിലും ഗവൺമെന്റ് ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം. ഒരു മതത്തിന്റെ അല്ല, എല്ലാ മതങ്ങളുടെ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം. അത് നമ്മുടെ സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും ഭാഗമാണ്. രാഹുൽ ഈശ്വർ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ കുംഭമേളയിൽ പോയിട്ടില്ല, പക്ഷെ ഞാൻ ധാരാളം തവണ ആ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ തവണ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പോലും എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ അവസരങ്ങളിലല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് എനിക്ക് അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹവും ഉണ്ട്.